ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സച്ചി കാറിൽ ട്രിപ്പിന് കയറിയ ആളോട് തൻ്റെ ഭാര്യ ഒരു പിശാശാണെന്ന് പറഞ്ഞത് രേവതിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ലേ. രേവതി അതിന് സച്ചി ഒരുപാട് ചീത്ത പറയുന്നുണ്ട്. സച്ചി പറയുന്നുണ്ട്, എൻ്റെ രേവതി അതൊക്കെ ഞാൻ തമാശക്ക് പറയുന്നതല്ലേ, കാറിലുള്ളവരുമായിട്ട് ട്രിപ്പ് പോകുമ്പോഴേക്കും അവരെ കുറച്ച് ജോളിയാക്കാൻ ഞങ്ങളിങ്ങനെ സംസാരത്തിൻ്റെ ഇടയിൽ അറിയാതെ പറഞ്ഞു പോയതാ, ഒരു തമാശക്ക് എടുക്ക് രേവതി എന്നൊക്കെ പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, എന്നാൽ പിന്നെ എൻ്റെ കടയിൽ പൂ വാങ്ങാൻ വരുന്നവരോട് ഞാൻ പറയട്ടെ, എൻ്റെ ഭർത്താവ് ഒരു മൊരടനാണ്, സ്നേഹമില്ലാത്തവനാണ്, റൗഡിയാണെന്നൊക്കെ ഞാൻ ഓരോ കുറ്റങ്ങൾ സച്ചിയേട്ടനെ പറ്റി പറയട്ടെ എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അതിനെന്താ നീ പറഞ്ഞോ, അതുവഴി 3-5 മുഴം പൂ നിനക്ക് കൂടുതൽ വിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് അത്രയും സന്തോഷമെന്ന് പറയുവാണേ. രേവതി ഒന്നും മിണ്ടുന്നില്ലേ. സച്ചി പറയുന്നുണ്ട്, ഞാൻ ഇതുപോലെയൊക്കെ കസ്റ്റമറിനോട് ജോളിയായിട്ട് സംസാരിച്ചാലേ എനിക്ക് ഒരുപാട് ട്രിപ്പുകളും വരത്തുള്ളൂ, കാശും കുറേ കിട്ടത്തുള്ളൂ. പിന്നെ പുറകെ ഈ അലുവയും വരും എന്ന് പറഞ്ഞിട്ട് കയ്യിലുള്ള ബോക്സ് രേവതിക്ക് നേരെ നീട്ടുവാണേ. രേവതി മേടിക്കുന്നില്ല കേട്ടോ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, നിനക്ക് ഇഷ്ടപ്പെട്ട അലുവയാ രേവതി എന്നൊക്കെ പറയുമ്പോഴേക്കും രേവതി ചോദിക്കുന്നുണ്ട്, എന്താ എന്നെ സോപ്പിടാൻ വേണ്ടി നോക്കുവാണോ? അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എൻ്റെ രേവതി നിന്നോട് ഞാൻ സമാധാനത്തിൽ സംസാരിക്കുകയും ചെയ്തു, നിനക്ക് ഇഷ്ടപ്പെട്ട അലുവ കൊണ്ടുവരികയും ചെയ്തു, ഇനി നിന്നെ തണുപ്പിക്കാൻ വേണ്ടി ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാനാണെന്ന് എനിക്കറിയില്ല രേവതി എന്ന് പറയുമ്പോഴേക്കും രേവതി ചിരിക്കുന്നൊക്കെയുണ്ട്. എന്നിട്ട് സച്ചി പറയുന്നുണ്ട്, നീ ഇതൊക്കെ തുടക്കുന്ന വടിയൊക്കെ അവിടെ വെച്ചിട്ട് വാ, നമുക്ക് ഈ അലുവ തിന്നാന്നൊക്കെ പറയുവാണേ. അങ്ങനെ രേവതി തൻ്റെ ദേഷ്യമൊക്കെ മാറ്റിയിട്ട് സച്ചിയുടെ കൂടെ ഇരുന്ന് നല്ല സ്നേഹത്തിൽ അലുവയ്ക്ക് തിന്ന് കഴിയുവാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതി വരുവാണ്. ശ്രുതിക്കാണെങ്കിൽ ടെൻഷൻ കയറിയിരിക്കുക. ശ്രുതിയാണെങ്കിൽ അറിയുകയും ചെയ്തല്ലോ താൻ മീരയുടെ അടുത്തില്ലെന്നുള്ള കാര്യം. അപ്പോൾ ശ്രുതിയെ സമാധാനിപ്പിക്കാൻ വേണ്ടി പുതിയൊരു അടവായിട്ട് ഇറങ്ങിയിരിക്കുവാണ് ശ്രുതി. ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ ദേഷ്യത്തിൽ നിൽക്കുവാണേ. ശ്രുതിയെ കാണുന്നതും ചോദിക്കുന്നുണ്ട്, ശ്രുതി എപ്പോൾ വന്നു എന്ന് ചോദിക്കുവാണേ. ഇന്ന് നേരത്തെ എത്തിയൊന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതിയൊന്നും മിണ്ടുന്നില്ല. ഇങ്ങനെ ശ്രുതിയെ തന്നെ നോക്കിയിരിക്കുവാണേ. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, ശ്രുതിക്ക് എന്താ എന്നോട് ദേഷ്യമാണോ എന്ന് ചോദിക്കുവാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഞാൻ എന്തിനാ നിന്നോട് ദേഷ്യപ്പെടണം, നീ എന്തെങ്കിലും തെറ്റ് ചെയ്തോ, അല്ലെങ്കിൽ എന്നോട് എന്തെങ്കിലും കള്ളം പറഞ്ഞോ? അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി എന്താണെങ്കിലും നമുക്ക് മുറിയിൽ പോയി സംസാരിക്കാം, ശ്രുതി മുറിയിലോട്ട് വാന്ന് പറഞ്ഞിട്ട് ശ്രുതിയെയും കൂട്ടി പോവുകയാണേ. മുറിയിൽ പോയി വാതിലൊക്കെ ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ശ്രുതിയോട് പറയുന്നുണ്ട്, ശ്രുതി ദേഷ്യപ്പെടാതെ ഞാൻ പറയുന്നതൊന്ന് കേൾക്കണം എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പൊട്ടിത്തെറിക്കുവാണ്. എന്ത് കേൾക്കണം? ഞാൻ കരുതിയത് നീ ഇത്രയും നാളും എന്നോട് ഒന്നും ഒളിച്ചു വെക്കാത്തൊരു ടൈപ്പായിട്ടുള്ള ഒരാളാണെന്നാണ്. ഇപ്പോൾ നീ കൂടി എൻ്റെ അടുത്ത് കള്ളം പറയാൻ തുടങ്ങിയില്ലേ ശ്രുതി? ഞാനും നിന്നോട് കള്ളം പറഞ്ഞിട്ടൊക്കെ ഉണ്ട്, പക്ഷേ ഈ ഷോറൂം തുടങ്ങിയതിന് ശേഷം നിന്നോട് ഞാൻ ഇന്നേ വരെ ഒന്നും മറച്ചിട്ടുമില്ല, കള്ളം പറഞ്ഞിട്ടുമില്ല. രേവതിയുടെ സ്വർണ്ണങ്ങളൊക്കെ എടുത്ത് ഞാൻ വിറ്റപ്പോഴും അമ്മ പറഞ്ഞത് നിന്നോട് പറയണ്ടെന്നാ, പക്ഷെ എൻ്റെ മനസ്സനുവദിച്ചില്ല. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ശ്രുതി, ഞാനിപ്പോൾ നിന്നോടൊന്നും മറക്കാറില്ല എന്നൊക്കെ ശ്രുതി പറഞ്ഞ് പൊട്ടിത്തെറിക്കുവാണേ. ശ്രുതിയാണെങ്കിൽ ശ്രുതിയെ തണുപ്പിക്കാൻ നോക്കുന്നുണ്ട്. എൻ്റെ ശ്രുതി ഞാനൊന്ന് പറയുന്നതൊന്ന് കേക്ക് ആദ്യം എന്ന് പറയുമ്പോഴേക്കും ശ്രുതി വിടുന്നില്ല. ശ്രുതി പറയുന്നുണ്ട്, സത്യം പറ ശ്രുതി, നീ കള്ളം പറഞ്ഞിട്ട് എവിടെ പോയതാ, ആരെ കാണാൻ പോയതാ എന്നൊക്കെ ചോദിക്കുവാണേ. ഇതാദ്യമായിട്ടാണോ, അല്ലെങ്കിൽ ഇതിനു മുമ്പും എന്നോട് നീ ഇതുപോലെ കള്ളങ്ങൾ പറഞ്ഞ് പോയിട്ടുണ്ടോ ശ്രുതി എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ശ്രുതിക്ക് ദേഷ്യം വരുവാണേ. ശ്രുതി പറയുന്നുണ്ട്, ശ്രുതിയുടെ ക്വസ്റ്റ്യൻ ചെയ്യലൊക്കെ തീർന്നു, ഇനി ഞാൻ കുറച്ച് സംസാരിച്ചോട്ടെ എന്നൊക്കെ ചോദിക്കുവാണേ. ശ്രുതി ഒന്നും കേൾക്കാൻ ഇഷ്ടമില്ലാത്ത പോലെ തിരിഞ്ഞു നിൽക്കുമ്പോഴേക്കും ശ്രുതി തൻ്റെ ബാഗിൽ നിന്ന് ഒരു ബോക്സ് എടുക്കുവാണേ. ആ ബോക്സ് തുറന്നൊരു മാല പുറത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് പറയും, ശ്രുതി ഒന്ന് ഇങ്ങോട്ട് നോക്കിക്കേ. അപ്പോൾ ശ്രുതി നോക്കുന്നുണ്ട്. എന്താ ഇതെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, മാല കണ്ടിട്ട് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുവാണ്. അത് മനസ്സിലായി, ഇതെന്തിനാ എന്നെ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഇതൊരു സ്വാമിജി പൂജിച്ച് തന്ന മാലയാന്നൊക്കെ പറഞ്ഞ് ശ്രുതിക്ക് കൊടുക്കുവാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, പൂജിച്ച മാലയോ? നമ്മുടെ സിറ്റിയിൽ ഉള്ളിലോട്ട് പോകുമ്പോഴേക്കും ഒരു ശക്തിയുള്ളൊരു സ്വാമിജി ഉണ്ട്, എല്ലാ ദോഷങ്ങളും മാറ്റി കൊടുക്കുന്ന സ്വാമിയാണ്, എന്ത് പരിഹാരം വേണമെങ്കിലും ആ സ്വാമി ചെയ്തു തരും, അത്രയും ശക്തിയുള്ള സ്വാമിയാണ്, ആ സ്വാമിയുടെ കയ്യിൽ നിന്ന് ഞാൻ പൂജിച്ചുകൊണ്ട് വന്ന മാല ഇതെന്നൊക്കെ ശ്രുതി പറയുവാണേ. ആ സ്വാമിയെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയതെന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്, എവിടെയാ പോയെന്നൊക്കെ ചോദിക്കുവാണ്. അപ്പോൾ ശ്രുതി പറയും, ശ്രുതി കുറച്ച് നാളായിട്ട് ഭയങ്കര സ്ട്രെസ്സല്ലേ, ദിവസവും ഓരോ കളർ ഷർട്ട് വിട്ട് ഭയങ്കര ടെൻഷനല്ല ശ്രുതി നടക്കുന്നത്. ശ്രുതിയുടെ ടെൻഷൻ കാണുമ്പോഴേക്കും എനിക്കും ടെൻഷനാവുക. അപ്പോൾ എൻ്റെ പാർലറിൽ വന്ന ഒരു ക്ലയൻറ്റ് പറഞ്ഞായിരുന്നു ഈ സ്വാമിജിയെ പറ്റി. അപ്പോൾ ശ്രുതിക്ക് വേണ്ടി ഞാൻ ഈ സ്വാമിജിയുടെ അടുത്തുനിന്ന് പൂജിച്ചു കൊണ്ടുവന്ന മാലയായി ഇതെന്നൊക്കെ പറഞ്ഞ് ശ്രുതിക്ക് കൊടുക്കുവാണേ. ശ്രുതി മേടിക്കുന്നില്ല. ശ്രുതി ഇങ്ങനെ ശ്രുതിയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. ശ്രുതി പറയുന്നുണ്ട്, ഇതിട്ട് കഴിഞ്ഞാൽ ശ്രുതിക്ക് ഇനി ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല, ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കും എന്നൊക്കെ പറഞ്ഞു എന്ന് പറയുവാണേ. ഇത് മേടിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രുതി ഞാൻ പോയത്, അല്ലാതെ ശ്രുതി വിചാരിക്കുന്നത് പോലെ ഞാൻ ആരെയും കാണാനും പോയിട്ടില്ല, വേറെ എവിടെയും പോയിട്ടില്ല, ശ്രുതിയുടെ നല്ലതിന് വേണ്ടി ഈ മാല മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയതെന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി ഭയങ്കര സംശയത്തോടെ തന്നെ ചോദിക്കുന്നുണ്ട്, അത് നിനക്ക് പറഞ്ഞിട്ട് പൊക്കൂടെ ശ്രുതി എന്ന് ചോദിക്കുവാണ്.
സുധിക്കൊരു സർപ്രൈസ് തരാമെന്നോർത്തിട്ടാ സുധി വിളിച്ചപ്പോൾ കൂടി ഞാൻ ഈ മാലയ്ക്ക് വേണ്ടി അവിടെ നിൽക്കുമായിരുന്നു. സുധീനോട് പറയണം എന്നുണ്ടായിരുന്നു. പക്ഷേ നേരിട്ട് ഈ മാല തന്ന് സുധിയുടെ മുഖത്തെ സന്തോഷം കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് മീര കടയിൽ കയറി വരുമെന്ന് ഞാൻ അറിഞ്ഞോ എന്നൊക്കെ ശ്രുതി ചോദിക്കുവാണേ. സുധി പക്ഷേ ഇതൊന്നും വിശ്വസിക്കുന്നില്ലേ. സുധി വീണ്ടും ചോദിക്കുന്നുണ്ട്. ഞാനിങ്ങനെ ഓരോ കളർ ഷർട്ട് മാറ്റി മാറ്റി ഇടുമ്പോഴും നീ ചോദിക്കുന്നുണ്ടായിരുന്നു ഇതെന്തിനാണെന്നൊക്കെ. നിനക്കതിലൊരു വിശ്വാസവും ഇല്ലായിരുന്നു. പിന്നെ നീ എന്തിനാ ഇപ്പം ഇങ്ങനൊരു കാര്യം ചെയ്തതെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അത് പിന്നെ സുധി ഇപ്പോഴല്ലേ നമ്മുടെ ബിസിനസ്സൊക്കെ കുറച്ച് നല്ലതുപോലെ ഡെവലപ്പ് ചെയ്യാനൊക്കെ തുടങ്ങിയത്. അത് സുധി ആ സ്വാമിജിയെ കണ്ട് ഇങ്ങനെ കളർ ഷർട്ട് മാറ്റി മാറ്റി ഇടുന്നത് കൊണ്ടാണോ എന്നൊരു തോന്നൽ എനിക്കുണ്ടായി. പിന്നെ അതുമാത്രമല്ല ഈ ക്ലയൻറ്റ് ഇങ്ങനെ ഒരു കാര്യം കൂടി പറഞ്ഞപ്പോഴേക്കും ശരി അങ്ങനെ ചെയ്തു നോക്കാം എന്നൊക്കെ ഞാൻ ഓർത്തു. അതിന് വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഞാൻ പോയെന്നൊക്കെ ശ്രുതി പറയുവാണേ. ശ്രുതി ഇതൊന്നും വിശ്വസിക്കുന്നില്ല. ശ്രുതി അത് ശ്രുതിയുടെ മുഖത്ത് നോക്കി തന്നെ പറയുന്നുണ്ട്, ഇതൊന്നും എനിക്ക് വിശ്വസിക്കാൻ തോന്നുന്നില്ല ശ്രുതി. നീ എന്നെ സമാധാനിപ്പിക്കാൻ പറ്റിപ്പിക്കാൻ ഓരോന്നൊക്കെ പറയുന്നത് പോലെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിൻ്റെ ജീവിതത്തിൽ ഞാൻ അറിയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടോ, നീ എന്നിൽ നിന്നും എന്തെങ്കിലുമൊക്കെ മറയ്ക്കുന്നുണ്ടോ എന്നൊക്കെ ശ്രുതി നല്ല മുഖത്ത് നോക്കി തന്നെ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതി തൻ്റെ അടുത്തടവ് പുറത്തെടുക്കുക. ശ്രുതിക്ക് എന്താ എന്നെ വിശ്വാസവും ഇല്ലല്ലേ, ഞാൻ ശ്രുതിയെ പറ്റിക്കുവാണെന്നാണോ ശ്രുതി വിചാരിച്ചിരിക്കുന്നതെന്നൊക്കെ ശ്രുതി ചോദിക്കുവാണേ. ശ്രുതി വിശ്വസിക്കണ്ട. ശ്രുതിക്ക് വേണ്ടി ഇത്രയും ദൂരം പോയി ഈ മാല മേടിച്ചുകൊണ്ടും വന്നാൽ എന്നെ പറഞ്ഞാൽ മതി. നിനക്കൊരു സർപ്രൈസ് തരാമെന്ന് വിചാരിച്ച് ഞാനിത് കൊണ്ടുവന്നപ്പോഴേക്കും എന്നെ സംശയിക്കുന്നല്ലേ എന്നൊക്കെ ശ്രുതി ചൂടാവുകയാണ്. അപ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്, നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ ശ്രുതി ഇത്രയും ചൂടാവുന്നേ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി തൻ്റെ അടുത്തടവെടുക്കുവാണേ. ശ്രുതിക്കപ്പോൾ എന്നെ വിശ്വാസമില്ലല്ലേ, ഞാൻ എന്ത് തെറ്റ് ചെയ്യുന്നു എന്നാണ് ശ്രുതി വിചാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അല്ല ശ്രുതി, നമ്മളന്ന് മത്സരത്തിൽ പങ്കെടുത്തപ്പോൾ അവർ പറഞ്ഞായിരുന്നില്ലേ എന്തെങ്കിലും രഹസ്യങ്ങൾ നമ്മൾ ഒളിക്കുന്നത് കൊണ്ടായിരിക്കും നമുക്കിടയിൽ വഴക്ക് വരാത്തതെന്ന്. എനിക്കിപ്പോൾ അത് ശരിയാണോ എന്ന് തോന്നുന്നുണ്ടെന്ന് പറയുമ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്, ശ്രുതി അപ്പോൾ ഞാൻ എന്ത് തെറ്റ് ചെയ്യുന്നു എന്നാണ് വിചാരിക്കുന്നത്, ഞാൻ എന്തെങ്കിലും തെറ്റായ വഴി കൂടി നടക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ടോ, അതോ എനിക്ക് വേറെ റിലേഷൻ ഉണ്ടെന്നാണ് ശ്രുതിയുടെ മനസ്സിൽ, എന്താണെന്ന് വെച്ചാൽ മുഖത്ത് നോക്കി തുറന്നു പറയാന്നൊക്കെ ശ്രുതി പറയുവാണേ. അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല, പക്ഷെ നീ എന്നിൽ നിന്നും എന്തോ ഒരു കാര്യം മറയ്ക്കുന്നുണ്ടെന്ന് എനിക്ക് നല്ല ബോധമുണ്ടെന്നൊക്കെ ശ്രുതി പറയുവാണേ. അപ്പോഴേക്കും ശ്രുതി പറയും, ശ്രുതിക്ക് അങ്ങനെ തോന്നും, അങ്ങനെയേ തോന്നൂ, ശ്രുതിക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നു, ശ്രുതിക്ക് വേണ്ടി ഇത്രയും ദൂരം പോയി ഈ മാല മേടിച്ചുകൊണ്ടും വന്നാൽ എന്നോട് തന്നെ ശ്രുതി ഇത് പറയണം, എങ്ങനെ പറയാൻ തോന്നുന്നു ശ്രുതി എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി തൻ്റെ കള്ളക്കരച്ചിൽ ഇറക്കുവാണേ. ശ്രുതി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. ശ്രുതി പറയുന്നുണ്ട്, ഞാൻ ശ്രുതിയിൽ നിന്ന് എന്ത് മറയ്ക്കാനാ, ഞാൻ ജീവിക്കുന്നത് തന്നെ ശ്രുതിക്ക് വേണ്ടിയിട്ടാണ്. അച്ഛനുണ്ട്, പക്ഷെ അച്ഛനില്ലാത്ത പോലെയാണ് ഞാൻ വളർന്നത്. ഇപ്പം എനിക്ക് ആകെയുള്ളത് ശ്രുതിയാണ്, ശ്രുതി അല്ലാതെ എനിക്ക് വേറെ ആരുമില്ല. ശ്രുതി അനുഭവിക്കുന്ന ഈ ടെൻഷൻ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മാല മേടിക്കാൻ പോയി എന്നൊക്കെ പറഞ്ഞ് ശ്രുതി പൊട്ടിക്കരയുവാണേ. ശ്രുതി വിശ്വസിക്കണ്ട, എൻ്റെ കയ്യിൽ ആ സ്വാമിയുടെ നമ്പറുണ്ട്, ആ സ്വാമിയെ വിളിച്ച് ശ്രുതി തന്നെ ചോദിക്കുക, അപ്പം വിശ്വാസമാവുമല്ലോ. എന്നെ വിശ്വസിക്കാത്ത ആൾ സ്വാമീജി പറഞ്ഞാൽ വിശ്വസിക്കുമല്ലോ. സ്വന്തം ഭാര്യ, സ്നേഹിച്ച് കെട്ടിയ ഭാര്യ പറയുന്നത് ശ്രുതിക്ക് വിശ്വാസമില്ല, കണ്ടവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതാ വിശ്വാസം. ഇതേ ഞാൻ ആ സ്വാമിയെ വിളിക്കാൻ പോവാമെന്ന് പറഞ്ഞിട്ട് ശ്രുതി തൻ്റെ ഫോൺ എടുത്ത് ഒരു നമ്പറിലോട്ട് വിളിക്കുവാണേ. വേറെ ആരെയല്ല, മീരയാണേ വിളിക്കുന്നത്. എന്നിട്ട് ശ്രുതി ഫോണിൽ കൂടി പറയുന്നുണ്ട്, സ്വാമി ഞാൻ ഇന്ന് രാവിലെ വന്നായിരുന്നില്ലേ സ്വാമിയെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം മീര പറയും, സ്വാമിയോ, ഏത് സ്വാമി? ആ സ്വാമി രാവിലെ ഞാൻ വന്നിട്ട് പൂജിച്ചൊരു മാലയൊക്കെ മേടിച്ചുകൊണ്ടും പോയില്ലേ, നീ എന്താ ശ്രുതി ഈ പറയുന്നതെന്ന് മീര ചോദിക്കുമ്പോഴേക്കും ശ്രുതിയെ കേൾപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട്, അത് തന്നെ, ആ ശ്രുതിയാ ഞാൻ. നിൽക്കുക, എൻ്റെ ഭർത്താവിന് ഭയങ്കര സംശയം, ഞാൻ ഭർത്താവിൻ്റെ കയ്യിൽ ഫോൺ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഫോൺ ശ്രുതിയുടെ കയ്യിൽ കൊടുക്കുമ്പോഴേക്കും ശ്രുതി തട്ടിത്തെറിപ്പിക്കുവാണേ. അപ്പോഴേക്കും ശ്രുതി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ശ്രുതിയെ പറ്റിക്കാൻ വേണ്ടി നോക്കുന്നതാണ്, ഓരോ കള്ളങ്ങൾ പറഞ്ഞ് ശ്രുതിയെ വീണ്ടും വീണ്ടും പറ്റിച്ചുകൊണ്ടിരിക്കുവാണ് ശ്രുതി. എന്നിട്ട് പറയുന്നുണ്ട്, ശ്രുതി എന്തിനാ ഫോൺ ഇങ്ങനെ തട്ടുന്നത്, ഞാൻ ഒന്നുകൂടെ വിളിച്ചു തരാം, ശ്രുതിയുടെ സംശയമൊക്കെ തീരട്ടെ എന്ന് പറഞ്ഞ് വീണ്ടും ഡയൽ ചെയ്യുവാണ്. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, വേണ്ട ശ്രുതി, വേറൊരാൾ പറഞ്ഞിട്ട് നിന്നെ വിശ്വസിക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല, എനിക്ക് നിന്നെ വിശ്വാസം തന്നെയാണെന്നൊക്കെ പറയുവാണ്. അപ്പോൾ ശ്രുതിക്ക് സമാധാനം ആവുന്നുണ്ടേ. ശ്രുതി പറയുന്നുണ്ട്, ഇല്ല, ശ്രുതി ഒന്നും വിശ്വസിച്ചിട്ടില്ല, ശ്രുതി എന്നെ സംശയിച്ചില്ലേ, ഒരു പ്രാവശ്യം സംശയം വന്നു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ആ സംശയം നമ്മളെ പിന്തുടരുക തന്നെ ചെയ്യും ശ്രുതി. ഇനി എപ്പോഴെങ്കിലും ശ്രുതി എന്നെ ഫോൺ വിളിച്ചിട്ട് ഞാൻ എടുക്കാതെ ഇരുന്ന വീണ്ടും ശ്രുതിക്ക് സംശയം കൂടിക്കൂടി വരും. അതൊക്കെ എന്തിനാ, ശ്രുതി ഈ സ്വാമീജിനോട് സംസാരിച്ച് കഴിയുമ്പോഴേക്കും ശ്രുതിയുടെ ആ സംശയങ്ങളൊക്കെ മാറും എന്ന് പറയുവാണേ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, വേണ്ട ശ്രുതി, നീ പറഞ്ഞതൊക്കെ ഞാൻ വിശ്വസിച്ചു, എനിക്ക് നിന്നെ വിശ്വാസമാണെന്ന് ശ്രുതി വീണ്ടും പറയുവാണേ. നീ കരയണ്ട, എന്നോട് കള്ളം പറഞ്ഞു എന്നറിഞ്ഞപ്പോഴേക്കും എനിക്ക് ദേഷ്യം വന്നു, അതാ ഞാൻ അങ്ങനെയൊക്കെ ചോദിച്ചത്, വിഷമിക്കണ്ട എന്നൊക്കെ പറയുവാണേ. അപ്പോഴേക്കും ശ്രുതി പറയും, ശ്രുതിക്കൊരു സർപ്രൈസ് തരാമല്ലോ എന്ന് ഓർത്തിട്ടാ ഈ മാല ഇട്ട് കഴിഞ്ഞാൽ ശ്രുതിക്ക് ഇനി ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല ശ്രുതി എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഇങ്ങനത്തെ മാല ഞാൻ ഒരുപാട് സെലിബ്രിറ്റീസൊക്കെ ഇട്ട് കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്.
ശ്രുതിയുടെ ജീവിതത്തിൽ വിചാരിക്കുന്നതൊക്കെ എളുപ്പം നടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എങ്ങനെ ഒരു മാല മേടിച്ചുകൊണ്ട് വന്നതെന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി സോറി ശ്രുതി, ഇനി ഞാൻ ഇങ്ങനെയൊന്നും പറയത്തില്ല. ഇനി നിനക്ക് ഇതുപോലെ സർപ്രൈസ് തരണം എന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞിട്ട് പോ, വെറുതെ എന്തിനാ എന്നെ ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കുന്നതെന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി പറയും പറഞ്ഞിട്ട് പോവാനോ? ശ്രുതി എന്തൊക്കെയാണ് പറയുന്നത്? സർപ്രൈസ് കൊടുക്കുമ്പോൾ ആരെങ്കിലും പറഞ്ഞിട്ടൊക്കെയാണോ കൊടുക്കുന്നതെന്ന് ചോദിക്കുവാണേ. ഓഹോ അതും ശരിയാന്ന് പറഞ്ഞ് ശ്രുതി ചിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതി പറയും ഈ മാല ശ്രുതി കഴുത്തിലോട്ട് ഇടുക എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും ഇപ്പിടണ്ട, നാളെ കുളി കഴിഞ്ഞ് ശുദ്ധമായിട്ടിടാം എന്ന് പറയുവാണ്. അപ്പോൾ ശ്രുതി ചോദിക്കും ശ്രുതിക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ? ഇല്ല ശ്രുതി ഒന്നുമില്ല എന്ന് പറയുവാണ്. നീ മാല ഇങ്ങോട്ട് താ, ഞാൻ കൊണ്ടുപോയി പൂജാമുറി വെച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ശ്രുതി പോവുകയാണേ അവിടെ നിന്ന്. അപ്പോഴേക്കും മീര നമ്മുടെ ശ്രുതിനെ വിളിക്കുവാണ്. ശ്രുതി എളുപ്പം കോൾ എടുത്തിട്ട് ആരും കാണാതെ മാറി നിന്ന് സംസാരിക്കുവാണേ. ഫോൺ എടുക്കുമ്പോൾ തന്നെ മീര ചോദിക്കുന്നുണ്ട് എന്താ ശ്രുതി നീ നേരത്തെ വിളിച്ച് പിച്ചും പേയൊക്കെ പറയുന്നുണ്ടായിരുന്നെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് അതിനെല്ലാം കാരണം നീ കാരണം ശ്രുതി എന്നെ സംശയിക്കാൻ തുടങ്ങി എന്നൊക്കെ പറയുവാണ്. അപ്പോൾ മീര പറയുന്നുണ്ട് നിനക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ എന്നോട് പറഞ്ഞിട്ട് പൊക്കൂടായിരുന്നു, എൻ്റെ വീട്ടിലാണ് പോകുന്നതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്നോട് അത് ആദ്യം പറയണം, അപ്പോൾ പിന്നെ ഞാൻ അതുപോലെ തന്നെ ചെയ്യില്ലായിരുന്നു. ഇത് എന്നോട് പറയാതെ ഓരോന്നും ചെയ്തിട്ടൊക്കെ അല്ലേ. ശ്രുതി ദേഷ്യപ്പെട്ടോ? എന്നോട് കടയിൽ നിന്ന് തന്നെ ഒരു മാതിരിയാണ് സംസാരിച്ചെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് എന്നോട് ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു, ഞാൻ ഓരോന്നും പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇനി എന്നെ കാണാൻ വരുമ്പോൾ നീ ഫോൺ വിളിച്ചിട്ട് വരണം എന്നൊക്കെ പറയുവാണേ. അപ്പോഴേക്കും മീര പറയുന്നുണ്ട് എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്, എന്നെ കാണാനാണെന്ന് പറഞ്ഞിട്ട് നീ പല സ്ഥലത്തും പോവും, അങ്ങനെയൊക്കെ പോകുന്നുണ്ടെങ്കിൽ അതും എന്നോട് പറയണം എന്നൊക്കെ മീര പറയുമ്പോഴേക്കും ശ്രുതിക്ക് ദേഷ്യം വന്ന് ശരി ഞാൻ ഫോൺ വെക്കുവാന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുവാണേ. അത് കഴിഞ്ഞ് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ ശ്രുതി പൂജാമുറിയിൽ നിന്നിട്ട് നല്ല പ്രാർത്ഥനയാണ് ആ മാലയും പിടിച്ചിട്ട്, പ്രാർത്ഥിച്ചിട്ടൊക്കെ നല്ല ഭക്തനാണല്ലോ ഇപ്പോൾ ശ്രുതി, അതുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ച് നല്ല വിശ്വാസത്തോടു കൂടി തന്നെ ശ്രുതി പറ്റിച്ച് മേടിച്ച് ആ മാല ഇടാൻ വേണ്ടി പോവാണ്. ഈ കാഴ്ചയും കണ്ട് നമ്മുടെ വീട്ടുകാരെല്ലാം നിൽക്കുന്നുണ്ട്. സച്ചി വിചാരിക്കും ഇവൻ എന്താണ് അച്ഛൻ ഈ കാണിക്കുന്നത്, ഇവൻ ശബരിമലയിൽ പോവാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട് അല്ലടാ അത് പൂജിച്ച മാലയാന്ന് പറയുമ്പോൾ സച്ചി പറയും പൂജിച്ച മാലയോ അതെന്തിന്, അവന് നല്ലത് മാത്രം വരാൻ വേണ്ടിയിട്ട് ആ മാല ഇട്ട് കഴിഞ്ഞാൽ ശ്രുതിക്കിനി നല്ലത് മാത്രമേ വരുള്ളൂ എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് ഇവനെന്താ ഇവനിൽ വിശ്വാസമില്ലേ, നമുക്ക് നമ്മളിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ എന്തും നേടിയെടുക്കാൻ പറ്റും, നല്ലത് മാത്രമേ വരത്തുള്ളൂ. അച്ഛൻ ഇതൊന്നും അറിയാതെയാണോ ഇവൻ 7 ഡിഗ്രിയൊക്കെ എന്തിനാണ് അച്ഛൻ പഠിപ്പിച്ചതെന്നൊക്കെ സച്ചി ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ശ്രുതിക്ക് ദേഷ്യം വരുന്നുണ്ട്. ശ്രുതി പറയുന്നുണ്ട് അങ്കിളെ സച്ചിനോട് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടരുതെന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയും എടാ സച്ചി നീ പോയി ഭക്ഷണം കഴിക്കുക, വെറുതെ എന്തിനാന്നൊക്കെ പറഞ്ഞ് വിടുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് ശ്രുതി അവൻ പറഞ്ഞോട്ടെ ശ്രുതി, അവനെ നമ്മുടെ അടുത്ത് അസൂയ, ഞാനേ ഓരോ ദിവസം കഴിയും തോറും ബിസിനസ്സിൽ ഉയർന്നുയർന്ന് വരുമല്ലേ അതിൻ്റെ അസൂയ അവനെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് അതെ ഉയർന്നുയർന്ന് മേളിലിരിക്കുന്ന ഫാന് തലയിൽ മുട്ടാതെ നോക്കുന്നൊക്കെ സച്ചി തമാശയൊക്കെ പറയുന്നുണ്ട്. രേവതി പറയുന്നുണ്ട് സച്ചേട്ടൻ വാ വന്ന് ഭക്ഷണം കഴിക്കുമെന്ന് പറഞ്ഞ് സച്ചിയെ കൂട്ടിക്കൊണ്ട് പോകാൻ പോകുമ്പോഴേക്കും ഈച്ചയുടെ കൂടെ ഒരാളും കൂടി വന്നിട്ട് 2-3 ചാക്കുകളൊക്കെ ചന്ദ്രോദയത്തിലോട്ട് പൊക്കിക്കൊണ്ട് വരുവാണ്. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് എന്താടാ ഇതെന്ന് പറയുമ്പോഴേക്കും ഇതേ അച്ചമ്മ നാട്ടിൽ നിന്ന് തന്നു വിട്ടതാന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് അമ്മ പറഞ്ഞായിരുന്നു 4 ചാക്ക് കൊടുത്തു വിടുന്നുണ്ടെന്ന്. അപ്പോൾ ചന്ദ്ര പറയും എപ്പോഴും 1 ചാക്കല്ലേ കൊടുത്തു വിടാറ്, ഇന്നെന്ത് പറ്റി 4 ചാക്ക്, ഇപ്പോൾ വീട്ടിലെ ആളെണ്ണമൊക്കെ കൂടിയില്ലേ അതുകൊണ്ടാണ് അമ്മ ഇങ്ങനെ ചെയ്തതെന്ന് പറയുവാണേ. ചന്ദ്ര പറയുന്നുണ്ട് എന്തോരവിടെ കൃഷി ചെയ്തുണ്ടാക്കുന്നുണ്ട്, എന്നിട്ട് ഇത്രയും ചാക്കിയേ നമുക്ക് തന്നു വിടുന്നുള്ളൂ, ബാക്കിയെല്ലാം ഇതിൻ്റെ ഇരട്ടി ചാക്ക് അവിടെ ഉണ്ട്, അതൊക്കെ വിറ്റ് കാശ് മേടിക്കും അമ്മ എന്നൊക്കെ പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയും പിന്നെ എല്ലാ ചാക്കും നിനക്ക് ഇങ്ങോട്ടേക്ക് തന്നു വിടണോ, അമ്മക്ക് അവിടുത്തെ ചിലവും കാര്യങ്ങളൊക്കെ നോക്കണ്ടേന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും അതിന് നിങ്ങളുടെ അമ്മ അവിടെ ഒറ്റയ്ക്കല്ലേ താമസിക്കുന്നത്, എന്ത് ചിലവ് വരാനാ. ഇത് കേൾക്കുമ്പോഴേക്കും രവീന്ദ്രന് ദേഷ്യം വരുവാണേ. നീ എന്താടി ചന്ദ്ര ഈ പറയുന്നത്, വയസ്സാങ്കാലത്ത് എൻ്റെ അമ്മ അവിടെ നിന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന കാശൊക്കെ നിനക്ക് അയച്ചു തരണമെന്നോ, നീ ഇതുവരെയായിട്ട് 1 രൂപയെങ്കിലും എൻ്റെ അമ്മക്ക് അങ്ങോട്ട് അയച്ചു കൊടുത്തിട്ടുണ്ടോ ചന്ദ്രേ, ഇതുവരെ അമ്മ എന്ത് നല്ല സന്തോഷത്തോടെ അയച്ചു തന്ന സാധനങ്ങളാണ് ഇതൊക്കെ, ഒന്ന് കുറ്റം പറയാതെങ്കിലും ഇരുന്നൂടെ എന്നൊക്കെ രവീന്ദ്രൻ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് അച്ഛാ വിടച്ച, അമ്മ ഇത് ആദ്യമായിട്ടൊന്നല്ലല്ലോ ഇങ്ങനെ പറയുന്നത്, ഇത് നോക്കച്ചാ എന്ത് ഫ്രഷ് സാധനങ്ങളാന്നൊക്കെ പറഞ്ഞ് സച്ചി ആ ചാക്കിന്ന് ഓരോന്നൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടേ. ശ്രീകാന്ത് പറയുന്നുണ്ട് അച്ഛാ ഈ 4 ചാക്ക് തീരാൻ 4 മാസം എടുക്കും, 4 മാസം ഇവിടെ ഇരുന്ന് കഴിഞ്ഞ് ഇതൊക്കെ ചീത്തായി പോവില്ലേ എന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് അതിന് ഈ 4 ചാക്കും നമുക്കെടുക്കണ്ട, നമുക്കൊരു ചാക്ക് ഇവിടെ വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ അറിയാവുന്നവർക്ക് കൊടുക്കാമെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും അറിയാവുന്നവർക്ക് എന്തിനാ കൊടുക്കുന്നത്, നമുക്കിത് വല്ല പലചരക്ക് കടയിലും കൊടുത്ത സാധനങ്ങൾ വിറ്റിട്ട് കാശ് മേടിക്കാമെന്ന് പറയുവാണേ. രവീന്ദ്രൻ പറയുന്നുണ്ട് എൻ്റെ അമ്മ അവിടെ കഷ്ടപ്പെട്ടുണ്ടാക്കി ഇവിടെ കൊടുത്തു വിടുന്നത് കച്ചവടം ചെയ്യാനൊന്നുമല്ല, അമ്മ നമ്മുടെ സന്തോഷത്തിന് അയക്കുന്നതാ, ഇത് നമുക്ക് മാത്രമല്ല നമ്മുടെ ചുറ്റുമുള്ളവർക്കും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മ ഇത് അയച്ചു തന്നിരിക്കുന്നത് പറയുമ്പോഴേക്കും
സച്ചി പറയുന്നുണ്ട്, അച്ഛൻ പറഞ്ഞത് ശരിയാ, ഞാനും അച്ഛമ്മേനോട് ഇത് പണ്ട് ചോദിക്കുമായിരുന്നു. അപ്പോൾ അച്ഛമ്മ പറയും, നമ്മുടെ കൃഷിപ്പാടത്ത് വിളയുന്നതൊക്കെ നമുക്ക് മാത്രം സ്വന്തമായിട്ടുള്ളതല്ലടാ, നമുക്ക് ചുറ്റുമുള്ളവർക്കും കൂടി സ്വന്തമായിട്ടുള്ളതാ. കുറച്ച് നമുക്ക് കടകളിൽ കൊടുത്തിട്ട് ബാക്കി നമുക്ക് പരിചയക്കാർക്കും കൊടുക്കാം. അങ്ങനെ ചെയ്യുന്നത് ഒരു സന്തോഷമാടോ, അതിൻ്റെ പുണ്യം നമുക്ക് കിട്ടുക തന്നെ ചെയ്യും, നമ്മുടെ കൃഷിയും നന്നാവുകയും ചെയ്യും എന്നൊക്കെ പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, കേട്ടില്ലേ ചന്ദ്ര അവൻ പറഞ്ഞത്, എൻ്റെ അമ്മ എന്താ വിചാരിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് പോലും നിനക്കില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, ശ്രീകാന്തേ എൻ്റെ അമ്മയ്ക്ക് ഈ കടല ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ കുറച്ച് എൻ്റെ അമ്മക്ക് കൊണ്ടേ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്ത് പറയും, കുറച്ച് ഞാൻ ഹോട്ടലിലേക്കും എടുക്കും, അവിടെ ആവശ്യം വരുമല്ലോ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി നമുക്കും കൊണ്ടുപോവാം, കടയിൽ സാധനങ്ങൾ മേടിക്കാൻ വരുന്നവർക്ക് കടല ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് പറയുമ്പോഴേക്കും എല്ലാവരും ചിരിക്കുവാണ്. എന്തിനാ ചിരിക്കുന്നതെന്ന് ശ്രുതി ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, നീ എന്താടാ വല്ല പലചരക്ക് കടയാണോ നടക്കുന്നത്, TV അപ്ലയൻസ് മേടിക്കാൻ വരുന്നവർക്ക് കടല ഫ്രീ ആയിട്ട് കൊടുക്കുന്നു, എന്തൊക്കെയാടാ നീ പറയുന്നത്, അച്ഛാ ഇവനെ പഠിപ്പിച്ച കാശൊക്കെ വെറുതെ വേസ്റ്റായി പോയിന്നാ എനിക്ക് തോന്നുന്നു, ഇത്രക്ക് മണ്ടനാണോ ഇവൻ എന്ന് പറയുമ്പോഴേക്കും ശ്രുതിക്ക് ദേഷ്യം വരുവേ. പിന്നെ ഞാൻ എന്ത് മണ്ടനെന്നാ, ഇതൊക്കെ എൻ്റെ ബിസിനസ് ഐഡിയാസ്, കടൽ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും, അപ്പം കടയിൽ വരുന്നവർക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും ഒരു സന്തോഷമാവും, ആളുകൾ വരികയും ചെയ്യും എന്ന് പറയുമ്പോഴേക്കും സച്ചിയൊക്കെ വീണ്ടും ചിരിക്കുന്നുണ്ടേ. എന്നിട്ട് നമ്മുടെ ശ്രുതി ചോദിക്കുന്നുണ്ട്, ശ്രുതി നിനക്ക് വേണ്ടേന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയും, എനിക്ക് കുറച്ച് മീരക്ക് കൊടുക്കണം, പിന്നെ കുറച്ച് പാർലറിലോട്ടും കൊണ്ടുപോകണം, എനിക്ക് ക്ലയൻസിന് കുറച്ച് പേർക്ക് കൊടുക്കാനാന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഓ പാർലറേട്ടത്തെയും നിങ്ങളുടെ ബ്യൂട്ടി പാർലറിൽ ഫേഷ്യൽ ചെയ്യാൻ വരുന്നവർക്ക് കടല ഫ്രീ എന്ന് പറഞ്ഞ് പരസ്യം കൊടുക്കാൻ പോവാണോ എന്നൊക്കെ ചോദിക്കുവാണേ. സച്ചി കളിയാക്കുമ്പോഴേക്കും ശ്രുതിക്ക് ദേഷ്യം വരുന്നുണ്ട്. ശ്രുതി പറയുന്നുണ്ട്, രേവതി നിന്റെ ഭർത്താവിന് ആളുകൾ സംസാരിക്കുമ്പോൾ ഇടയിൽ സംസാരിച്ചില്ലെങ്കിൽ സമാധാനം കിട്ടത്തില്ലേ എന്ന് ചോദിക്കുവാണേ. അപ്പോഴേക്ക് രേവതി പറയും, സച്ചിയേട്ടാ ഒന്ന് മിണ്ടാതിരി എന്ന് പറയുന്നുണ്ട്. രവീന്ദ്രൻ പറയുന്നുണ്ട്, മോളെ രേവതി നീയും ഇതിൽ ആവശ്യമുള്ള എത്രയാന്ന് വെച്ചാൽ എടുത്തോന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും അവൾ ഇതിൽ നിന്ന് എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കും, പിന്നെ പറഞ്ഞിട്ട് വേണോ, അവരുടെ വീട്ടുകാരി ഇനി ഇതും തിന്നിട്ടായിരിക്കും പൂ കെട്ടുന്നതെന്നൊക്കെ പറഞ്ഞ് രേവതിയുടെ വീട്ടുകാരെ കളിയാക്കുവാണേ ചന്ദ്ര. അപ്പോൾ രേവതി പറയുന്നുണ്ട്, എനിക്ക് വേണ്ട അച്ഛാന്ന് പറയുവാണ്. അപ്പോൾ സച്ചി പറയും, അതെന്താ വേണ്ടാത്തേ, എനിക്ക് വേണ്ട സച്ചിയേട്ടാന്ന് പറയുമ്പോഴേക്കും നമ്മുടെ സച്ചി പറയുന്നുണ്ട്, ശരി നീ നിൻ്റെ വീട്ടിൽ കൊടുക്കണ്ട, ഞാൻ എൻ്റെ അമ്മായിയമ്മക്ക് കൊണ്ടുപോയി കൊടുക്കും അച്ഛാ, ഞാൻ ഇതിൽ നിന്ന് എടുത്ത് കൊണ്ടുപോയി കൊടുക്കുകയെ എന്നൊക്കെ പറയുവാണേ. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ഞാനും എടുക്കുന്നുണ്ട്, എനിക്ക് ബാമക്ക് കൊണ്ടുപോയി കൊടുക്കാനുണ്ടെന്ന് പറയുമ്പോൾ സച്ചി അതിനെ കളിയാക്കുന്നുണ്ട്. അപ്പോഴേക്കും രേവതി വീണ്ടും പറയുന്നുണ്ട്, സച്ചിയേട്ടാ എനിക്കല്ലെങ്കിൽ കുറച്ച് വേണം എന്ന് പറയുവാണേ. അപ്പോഴേക്കും ചന്ദ്ര ചോദിക്കും, നീയല്ലേടി ഇപ്പോൾ വേണ്ടെന്ന് പറഞ്ഞത്, എനിക്ക് വേണ്ട, എനിക്കിത് ആദിമോന് കൊണ്ട് കൊടുക്കാനാന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, അത് ശരിയാണല്ലോ, ആദിക്ക് ഈ കടല ഭയങ്കര ഇഷ്ടമാണല്ലേ, നമുക്ക് കൊണ്ടുപോയി കൊടുക്കാൻ രേവതി. അപ്പോൾ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ കുറേ ആയില്ലേ അവനെ കണ്ടിട്ട്, ഇപ്പോൾ ഒരു വിവരവും ഇല്ലല്ലോ, നമുക്ക് ഇന്നൊന്ന് പോയി കണ്ടിട്ടൊക്കെ വരാം, അങ്ങനെ ഈ കടലയും കൊടുക്കാന്നൊക്കെ രേവതി പറയുവാണേ. ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതിക്ക് ടെൻഷൻ കയറുവാണ്, ഇവർ കാണാൻ പോയി കഴിഞ്ഞാൽ അമ്മ ഹോസ്പിറ്റലിലാണെന്നുള്ള വിവരമൊക്കെ അറിയുമല്ലോ, പിന്നെ വേണമെങ്കിൽ ആദ്യം ഇവർ ഇങ്ങോട്ടേക്ക് വീണ്ടും കൂട്ടിക്കൊണ്ട് വരും എന്ന് ഓർത്തിട്ട് ശ്രുതിക്ക് ടെൻഷൻ കയറുവാണേ. അപ്പോഴേക്കും ചന്ദ്ര പറയും, നിങ്ങളിത് എവിടെ പോവാ, നിങ്ങൾ പോയി കഴിഞ്ഞ് ഇവിടുത്തെ പണി ആരെടുക്കും എന്ന് പറയുമ്പോഴേക്കും രേവതി പറയും, ഇവിടുത്തെ പണിയൊക്കെ എല്ലാം തീർത്തിട്ടേ ഞാൻ പോകത്തുള്ളൂ, അമ്മ അതോർത്ത് പേടിക്കേണ്ടെന്നൊക്കെ പറയുവാണ്. ശ്രുതി ഇങ്ങനെ ടെൻഷൻ കയറി നിൽക്കുവാണേ. ശ്രുതി മുറി പോയിട്ട് നേരെ എന്നിട്ട് അമ്മയെ വിളിക്കുമ്പോഴേക്കും എടുക്കുന്നത് ആദിയാണ്. അമ്മയാണെങ്കിൽ ഏത് നേരവും കിടക്കുവാണെന്ന് ആദി പറയുന്നുണ്ട്, ഭയങ്കര ക്ഷീണമാണെന്നൊക്കെ പറയുവാണ്. ഇവർ ഡിസ്ചാർജായി വീട്ടിൽ വന്നിട്ടുണ്ടാവേ, ഹോം നേഴ്സും ഉണ്ടാവും കൂടെ. അപ്പോഴേക്കും ശ്രുതി പറയും, ആദി നീ ഫോൺ അമ്മമ്മയുടെ ഒന്ന് കൊടുക്കും, ഞാൻ സംസാരിക്കട്ടെ എന്ന് പറയുമ്പോഴേക്കും അമ്മമ്മയുടെ കൊടുക്കുന്നുണ്ട് ആദി. എന്നിട്ട് ശ്രുതി പറയുന്നുണ്ട്, അമ്മേ എങ്ങനെയുണ്ടെന്നൊക്കെ ആരോഗ്യത്തെ പറ്റിയൊക്കെ അന്വേഷിക്കുന്നുണ്ട്, ഹോം നേഴ്സ് എപ്പോഴും വരാറില്ലെന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ വരുന്നത് കൊണ്ടാണ് എനിക്കിത്തിരി സമാധാനം ഉള്ളതെന്നൊക്കെ അമ്മ പറയുവാണേ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അമ്മേ കുറച്ച് കഴിയുമ്പോൾ അവിടെ സച്ചിയും രേവതിയും വരുന്നുണ്ട്, അച്ഛമ്മ കുറച്ച് കടല കൊടുത്തു വിട്ടിട്ടുണ്ട്, അതും കൊണ്ട് അവർ വരുവാന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട്. അപ്പോഴേക്കും അമ്മ ശരി മോളെ എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അവർ വരുന്ന ടൈമിൽ ആദ്യം അവിടെ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അമ്മ പറയും, ആദ്യം പിന്നെ ഞാൻ എവിടെ കൊണ്ടുപോകാനാ, ആദ്യം അടുത്തുള്ള വീട്ടിൽ എവിടെയെങ്കിലും മാറ്റി നിർത്തണം. അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട്, അവർ ചോദിച്ചപ്പോൾ ഞാൻ എന്ത് പറയുമെന്ന് പറയുമ്പോഴേക്കും അവർ ചോദിച്ച ബന്ധുക്കളുടെ വീട്ടിൽ പോയെന്ന് പറഞ്ഞാൽ മതി, പിന്നെ ആദ്യം അവരുടെ കൺവെട്ടത്ത് പോലും വരാൻ പാടില്ല, അല്ലെങ്കിൽ തന്നെ അവർ ആദ്യം ദത്തെടുക്കാനുള്ള പ്ലാനിങ്ങിൽ നടക്കുക, ഇനി അവനെ കണ്ടു കഴിഞ്ഞാൽ അത് വീണ്ടും കൂടുക തന്നെ ചെയ്യും, പിന്നെ അവർ വന്നു കഴിഞ്ഞാൽ അധികം മിണ്ടാനോ പിടിക്കാനോ ഒന്നും നിൽക്കരുത്, അമ്മ മുഖം തിരിച്ചു കളഞ്ഞേക്കണം, വരരുതെന്ന് പറയുകയും ചെയ്യണം, അവരുടെ വരവ് ഇന്നത്തോടെ നിർത്തണം എന്നൊക്കെ പറഞ്ഞ് അമ്മയ്ക്ക് വാണിംഗ് ഒക്കെ കൊടുക്കുവാണ് ശ്രുതി. ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചെമ്പനീർപ്പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. എല്ലാവർക്കും നന്ദി.